ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടോട്ടാ. നല്ലൊരു കിഡിലൻ പലഹാരമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതേപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാട്ടാ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റാട്ടാ. അതേപോലെ പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതേപോലൊക്കെ റെഡിയാക്കി കൊടുക്കുക. അതേപോലെ നമ്മുടെ മക്കൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ വൈകിട്ടുള്ള സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നല്ല ഹെൽത്തിയും കൂടെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള പത്തിരിപ്പൊടി, നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ നൈസ് പത്തിരിപ്പൊടി, ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. നമ്മൾ മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി 2 തരം എൻ്റെ കയ്യിലുണ്ട്, 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം. പിന്നെ ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പഴം നല്ല പോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അതിനെക്കാട്ടും എളുപ്പത്തിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഒരു പാനിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് റെഡിയായി കിട്ടും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റീമറിൽ വെച്ച് നല്ലപോലെ സ്റ്റീം ചെയ്ത് അത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സമയമാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ ബദാം, പിസ്ത എല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി സമയം നമുക്ക് നെയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് മാറ്റിയെടുക്കാം. അതേ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നെയ്യിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയിലുള്ള ഒരു വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഒത്തിരി സമയം നമുക്കത് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് ഇതാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം, ക്യുമിൻ സീഡ്, അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ അങ്ങനെ ചുരണ്ടി ചേർത്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ട് പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർത്തെടുക്കുന്നത്. ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പഴത്തിൻ്റെ ഒക്കെ അത്യാവശ്യം മധുരം നമുക്കുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം. അത്രയും ടൈമൊന്നും നമുക്ക് നമ്മുടെ പഴം ഇതേപോലെ വാട്ടിയെടുക്കാൻ ആവശ്യമില്ല കേട്ടോ. നമ്മളിതിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു തവി വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാനിതാ നമ്മുടെ പഴം നല്ല പോലെ ഉടച്ച് ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം കേട്ടോ. നോക്കിയിട്ട് നമുക്ക് കുറേശ്ശെ ചേർത്താൽ മതിയാവും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പത്തിരിപ്പൊടിയില്ലേ, ഇത് നമുക്ക് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ 250 ml കപ്പിൽ 2 കപ്പ് പൊടിയാട്ടോ ഇത്. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് ഒരു പരുവാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ. ഈ ഒരു പഴത്തിൻ്റെ നനവിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് പൊടി നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇനി ഇത് കൈ വെച്ച് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ നല്ല പോലെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ കയ്യിലൊന്ന് പുരട്ടിയിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് തവി വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചെറിയൊരു ചൂടും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ നല്ല പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിതേപോലെ എടുത്തിട്ട് പരത്തി എടുക്കാനുള്ള ആ ഒരു പരുവം വേണം ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഡോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അതിന് കറക്റ്റാക്കിയിട്ട് നമ്മളിതാ വാഴയില വെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതേപോലെ റൗണ്ടാക്കിയിട്ട് 2 വാഴയിലയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത വാഴയിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് നമ്മൾ തൂത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പരത്തിയെടുത്താലും മതിയാവും. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഉണ്ട് ആയി വന്നോളൂ. കറക്റ്റ് ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ഈ ഒരു വെട്ടിയെടുത്ത ഇല നമ്മളൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. അപ്പം നമ്മൾ നല്ല പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. സൈഡിലോട്ട് നമ്മൾ മാറ്റിയെടുക്കാണ്ട് സെൻറ്ററിലാക്കിയിട്ട് തന്നെ നമ്മൾ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 എണ്ണം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. വെട്ടിയെടുത്ത നമ്മുടെ 2ാമത്തെ വാഴയിലേട്ട് അത് ഇതിലേക്ക് ഒരല്പം നെയ്യോ എണ്ണയോ ഒന്ന് നമ്മൾ തൂത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ ആ ഒരു മിക്സിൻ്റെ മേലേക്ക് നമുക്ക് ഇല ഒന്ന് കമഴ്ത്തി കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് കമഴ്ത്തിയെടുക്കാം.
പോലെയെല്ലാം ഒന്ന് മാറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, നല്ല പോലെ ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഈർപ്പം ഒന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പ്ലേറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 25 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒന്ന് മൂടി വെക്കാം, ഒന്ന് റെഡിയായി വരട്ടെ. ഇടയ്ക്ക് വെച്ചിട്ട് 20-25 മിനിറ്റ് ആയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് എന്നോ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഐറ്റം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പിള്ളേരും നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്, അതൊരു കിഡിലൻ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.